1946 ഒക്ടോബർ 22-ന് അൽബേനിയൻ തീരത്തോട് സഞ്ചരിക്കുന്ന യുകെയുടെ 2 ഡിസ്ട്രോയറുകൾ അൽബേനിയൻ ടെറിട്ടോറിയൽ വാട്ടറിൽ സ്ഥാപിച്ചിരുന്ന മൈനുകളിൽ ഇടിക്കുകയും കപ്പലുകൾക്ക് നാശനഷ്ടം സംഭവിക്കുകയും നിരവധി പേർ മരണപ്പെടുകയും ചെയ്തു. ഈ സംഭവത്തിന് ശേഷം യുകെ കർഫ്യൂ ചാനലിൽ മൈൻ സ്വീപ്പിംഗ് നടത്താനുള്ള ഉദ്ദേശം അൽബേനിയൻ ഗവൺമെന്റിനെ അറിയിക്കുകയും എന്നാൽ അൽബേനിയൻ ഗവൺമെന്റ് യുകെയുടെ ഈ ഉദ്ദേശം നിരസിക്കുകയാണ് ചെയ്തത്. പിന്നീട് 1946 നവംബറിൽ ബ്രിട്ടീഷ് റോയൽ നേവി അൽബേനിയയുടെ സമ്മതമില്ലാതെ അൽബേനിയൻ ടെറിട്ടോറിയൽ വാട്ടറിൽ കർഫ്യൂ ചാനലിൽ മൈൻ സ്വീപ്പിംഗ് നടത്തി. വിഷയം അന്താരാഷ്ട്ര നീതിന്യായ കോടതി മുമ്പാകെ എത്തി. ഒക്ടോബർ 22-ന് അൽബേനിയൻ ടെറിട്ടോറിയൽ വാട്ടറിൽ നടന്ന ഖനി സ്ഫോടനങ്ങൾക്കും കപ്പലുകളുടെ നാശനഷ്ടങ്ങൾക്കും അന്താരാഷ്ട്ര നിയമപ്രകാരം അൽബേനിയ ഉത്തരവാദിയാണോ? അൽബേനിയൻ ഗവൺമെന്റിന്റെ അനുമതിയില്ലാതെ മൈൻ സ്വീപ്പിംഗ് നടത്തിയതുമൂലം അൽബേനിയയുടെ പരമാധികാരം യുകെ ലംഘിച്ചിട്ടുണ്ടോ? സംഭവിച്ച നാശനഷ്ടങ്ങൾക്ക് യുകെക്ക് നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ടോ? എന്നിവയായിരുന്നു ഈ കേസിൽ ഉന്നയിക്കപ്പെട്ട പ്രധാന വിഷയങ്ങൾ. ഈ 2 ഇൻസിഡന്റും അന്താരാഷ്ട്ര കോടതി 2 രീതിയിലാണ് പരിഗണിച്ചത്. ഒക്ടോബർ മാസം യുകെ അൽബേനിയയുടെ ടെറിട്ടോറിയൽ വാട്ടറിൽ പ്രവേശിച്ചത് അന്താരാഷ്ട്ര നിയമപ്രകാരമുള്ള ഒരു ഇന്നസെന്റ് പാസേജ് ആയിരുന്നുവെന്നും അന്താരാഷ്ട്ര കോടതി നിരീക്ഷിച്ചു. മൈൻ ഫീൽഡുകൾ തുറന്നുകാട്ടുന്ന അപകടത്തെക്കുറിച്ച് ബ്രിട്ടീഷ് യുദ്ധക്കപ്പലുകൾക്ക് മുന്നറിയിപ്പ് നൽകേണ്ട ഉത്തരവാദിത്വം അൽബേനിയയ്ക്കുണ്ടായിരുന്നു. 1946 ഒക്ടോബറിൽ അൽബേനിയൻ തീരത്തുണ്ടായ നാശനഷ്ടങ്ങൾക്കും മനുഷ്യജീവനും അൽബേനിയ ഉത്തരവാദിയാണെന്നും കോടതി വിധി പ്രസ്താവിച്ചു. എന്നാൽ നവംബർ മാസത്തിൽ നടന്ന രണ്ടാമത്തെ ഇൻസിഡന്റിൽ ഇവിടെ യുകെ ഒരു ഇന്റൻഷണൽ പാസേജാണ് നടത്തിയിരിക്കുന്നതെന്നും യുകെയുടെ ഡിസ്ട്രോയറുകളുടെ പ്രവൃത്തി അൽബേനിയയുടെ പരമാധികാരം ലംഘിച്ചുകൊണ്ടാണെന്നും കോടതി നിഗമനത്തിലെത്തി.